ഹലോ, എല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് കിച്ചണിൽ നിന്ന സമയത്ത് മോൻ ഇങ്ങനെ കിടന്ന് വിളിയായിരുന്നു കേട്ടോ, ഉമ്മച്ചി പെട്ടെന്ന് വായോ, നമ്മൾ ആകാശമൊക്കെ നല്ല ഭംഗിയായിട്ട് കിടപ്പുണ്ട്, എന്താണെന്നറിയില്ല എന്ന്. അപ്പോൾ ഞാൻ വന്ന് നോക്കിയപ്പോൾ ശരി തന്നെയാണ് കേട്ടോ. അപ്പം നല്ല ഒരു വല്ലാത്തൊരു ഭംഗിയായിരുന്നു കേട്ടോ. നമുക്ക് ഇതിൽ ഈ വീഡിയോ കാണുന്നേക്കാളും നല്ല ഭംഗിയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു വീഡിയോ ഒന്ന് എടുത്ത് വെക്കാം. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് മീനൊന്നും കിട്ടിയിട്ടില്ല. ഇന്ന് നത്തോലി കരുവാട് തോരനാണ്, അവിയലല്ല തോരനാണ്. രണ്ട് തരത്തിലൊക്കെ അവിയലും വെക്കും തോരൻ വയ്ക്കും. ഇത് തോരനാണ് കേട്ടോ, നമ്മൾ കണവയൊക്കെ വെക്കുന്നത് പോലെ. അതൊന്ന് കുതിർന്നതിന് ശേഷം വെള്ളത്തിയിട്ട് കുതിർത്തതിന് ശേഷം ഒന്ന് വൃത്തിയാക്കി തലയൊക്കെ കളഞ്ഞ് ചെതമ്പലൊക്കെ കളഞ്ഞു മുള്ളൊക്കെ കളഞ്ഞതിന് ശേഷം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചാൽ തേങ്ങ, പെരിഞ്ജീരകം, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഒരു പച്ചമുളക് ഇട്ട് കുറച്ച് വെള്ളവും കൂടി ചേർത്ത്, ഒത്തിരി വെള്ളം ചേർക്കരുത് കാരണം തോരത്തിനായതുകൊണ്ട് കുറച്ച് ചേർത്താൽ മതി. നമുക്ക് ബ്ലെൻഡ് ചെയ്തൊന്ന് എടുക്കാം. ഒത്തിരി അത് ഒരുപാടങ്ങ് അരയുകയും ചെയ്യരുത്. നമ്മൾ ഈ തോരത്തിനൊക്കെ അടിക്കുന്നത് പോലെ ഒന്ന് അടിച്ചെടുത്താൽ മതി. കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പും ഇട്ട് അതിലോട്ട് പിന്നെ നമുക്ക് അതിലോട്ട് ഇടേണ്ടത് സവാളയാണ്, നീളത്തിലരിഞ്ഞ സവാളയാണ്. പിന്നെ ഒരു 2 പച്ചമുളക് ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. കാരണം മീൻ അല്ലാത്തതുകൊണ്ട് എരിവ് കുറവായിരിക്കും, അത് കാരണം 2 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. പിന്നെ കിഴങ്ങ് 3 കിഴങ്ങ് എടുത്തിട്ടുണ്ട്, അതും ഇടുന്നുണ്ട്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുറച്ച് വെള്ളവും ചേർത്തതിന് ശേഷം ഈ 2 പച്ചമുളകെന്ന് വെച്ചാൽ നമ്മൾ ഉടങ്കല്ലി പച്ചമുളകില്ല, അത് നല്ലൊരു സ്മെല്ലാണത് നമുക്ക് ഇങ്ങനത്തെ ഈ കരുവാടിലൊക്കെ ഇട്ട് വെക്കുമ്പോൾ. എന്നിട്ട് നമുക്കത് അടുപ്പിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കാം. കുറച്ച് ഒരു സിമ്മിലിട്ട് വേണം കേട്ടോ വേവിക്കാൻ, കാരണം തോരനായതുകൊണ്ട് പെട്ടെന്നൊന്ന് മൂട്ടി പിടിക്കും. അത് കാരണം നമുക്കൊന്ന് സിമ്മിലിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരൻ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ട്രൈ ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഇത് മാത്രമല്ല കേട്ടോ, സാമ്പാറും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇക്കാക്ക് ഇത് മാത്രം മതി എന്ന് പറഞ്ഞു, കാരണം ചോറിൻ്റെ കൂടെ പുള്ളിക്ക് ഇത് മാത്രം മതി കേട്ടോ, വേറെ ഒന്നും വേണ്ട. കാരണം അത്രയ്ക്ക് ഇഷ്ടമുള്ളൊരു സാധനമായിരുന്നു. പിന്നെ ഉള്ളത് ഒരു വെളുത്തുള്ളി അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ റെസിപ്പി വേണമെന്നുള്ളവർ ഒന്ന് കമൻറ്റ് ഇട്ടേക്കണേ, കാരണം ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടില്ല. ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ ഞാനിടാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വെളുത്തുള്ളി അച്ചാറാണ്, എളുപ്പം ഉണ്ടാക്കാൻ കഴിയുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ കണ്ട ആ പ്രകൃതിയുടെ ആ ഒരു ഭംഗിയുടെ ഒരു സംഭവമാണ് കേട്ടോ. രാത്രിയായപ്പം ഭയങ്കര മഴയും കാറ്റും വല്ലാത്തൊരു അവസ്ഥയിലായിപ്പോയി. കറണ്ടൊക്കെ പോയി ഒരുപാട് നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായി കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർ എല്ലാവർക്കും ബൈ ബൈ.